ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം ചിലർ പറയും, സാറേ ശരിക്ക് പൈസ വരുന്നുണ്ട്, ശരിക്ക് പൈസ വരുന്നുണ്ട്, പക്ഷേ വരുന്നതിൻ്റെ 10 ഇരട്ടി ചിലവാണ്. എങ്ങനെ ചിലവാകും? ഇപ്പോൾ നമ്മളൊരു 50,000 രൂപ കൊണ്ട് വെച്ച് ഉടനെ നമുക്ക് അതിന് ഒരു ചിലവും വരും. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് വെച്ചാലും ഈ വീട്ടിൽ കയറിയാൽ പിന്നെ പൈസ നിൽക്കത്തില്ല. അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വീടുകളിൽ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് വാസ്തുപ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷു പ്രകാരം നമുക്ക് ആ പൈസ ലോസായി പോകുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇതൊരു വീടിൻ്റെ പ്ലാനിലേക്ക് നമുക്ക് പോവാം. ഈ ഔട്ടറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഒരു വീടിൻ്റെ കോമ്പൗണ്ടാണ്. ഇതിനകത്താണ് വീട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ റൂമുകളൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ സൗത്ത് വെസ്റ്റിൽ വന്നിട്ടൊരു സിറ്റ് ഔട്ടാണ്. എന്നിട്ട് ഈ ഭാഗത്ത് അവിടെ പ്രധാന ഡോറ്. ഇവിടെ സൗത്ത് വെസ്റ്റ് മെയിൻ ഡോറിന്ന് കയറുന്ന ഹാള് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം, ഇതിന് ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. അത് കഴിഞ്ഞ് ഇപ്പുറത്തും ഒരു ബെഡ്റൂം, വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ, കിഴക്ക് ഭാഗത്ത് ഡൈനിങ് ഹാള്, തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബെഡ്റൂം, ടോയ്ലറ്റ്, തെക്ക് വശത്ത് ഒരു ബെഡ്റൂം. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം ഈ കണ്ടതിൽ പൈസ നിൽക്കാതെ പോകാനോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാനോ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് കന്നിമൂലയിലേക്ക് പോകാം. വസ്തുവിൻ്റെ കന്നിമൂലയിൽ എന്താ നിൽക്കുന്നത്? ഗേറ്റാണ്. ഇപ്പോൾ കന്നിമൂല വഴി ഒരു ഇറങ്ങിപ്പോക്ക് അല്ലെങ്കിൽ കയറി വരക്കം, അവിടെ നിന്നൊരു റോഡ്, അവിടെ നിന്നൊരു പാസേജ്, അവിടെ നിന്നൊരു ഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തില്ല. അപ്പം ഈ ഗേറ്റ് തെറ്റ്. അടുത്തത് കന്നിമൂലയിൽ തന്നെയാണ് അവിടെ കാർ പോർച്ച്. വീടുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല, മാറ്റിയാണ് ചെയ്തേക്കുന്നത്. കന്നിമൂലയിൽ കാർ പോർച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കയറി ഇറങ്ങിപ്പോക്കും അത് സംഭവിക്കും. അതും അവിടെ നല്ലതല്ല. കാർ പോർച്ച് എവിടെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് ചെയ്യാം. ഈ വീട് പടിഞ്ഞാറ് വശത്താണ് അവരുടെ റോഡ്. അവിടെ ഗേറ്റ് എവിടെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഗേറ്റും കൊടുക്കാം, വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ 2 തെറ്റുകൾ കണ്ടു. അടുത്ത 3ാമത്തെ തെറ്റ്, നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ അതല്ല, ഇവിടെ വന്നപ്പോൾ കിണർ ഇവിടെ സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് നിൽക്കുന്നത്. അത് നല്ലതല്ല. സൗത്ത് ഈസ്റ്റ് കോർണറിലെ കിണർ നല്ലതല്ല. കിണറിൻ്റെ സ്ഥാനം നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പം അങ്ങനെ 3 തെറ്റായി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ കന്നിമൂല നോക്കി. വീടിൻ്റെ കന്നിമൂലയിൽ എന്താ നിൽക്കുന്നത്? സിറ്റ് ഔട്ട് തെറ്റ്. പ്രധാന ഡോറ് കന്നിമൂലയിൽ, അതും തെറ്റ്. അടുത്തത് നമ്മളിങ്ങനെ നോക്കി വരുമ്പോൾ കിച്ചൺ നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അപ്പം ഒരു ചൊല്ല് തന്നെയുണ്ട്, ഈശാന്യത്തിൽ അടുപ്പെ കൂട്ടാതെ തങ്കത്തെ എരിച്ചിടാതെ എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ അഗ്നി കൂട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ഒരു തരി പൊന്ന് നിൽക്കില്ല, എല്ലാം ഉരുകി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈശാന്യത്തിൽ അടുപ്പ് അല്ലെങ്കിൽ അഗ്നി പാടില്ല. അപ്പം ഇവിടെയാണ് അടുക്കളയും നിൽക്കുന്നത്. അപ്പോൾ ചോദിക്കും, കേരളത്തിൽ ഭൂരിഭാഗം വീടുകളിലും നോർത്ത് ഈസ്റ്റ് ഭാഗത്തല്ലേ അടുപ്പ് നിൽക്കുന്നത് എന്ന് ചോദിക്കും. ഓക്കെ തന്നെ, പക്ഷേ കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കാണുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇവിടെ ഈശാന്യമാണ്. ഈശാന്യത്തിൽ അഗ്നി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ദോഷങ്ങളുണ്ടാവുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അത് മറ്റ് പല വീടുകളിലും നമ്മളത് കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ ഭാഗത്ത് നമുക്ക് കിച്ചൺ നല്ലതല്ല. അടുത്തത് സൗത്ത് ഈസ്റ്റിൽ നമുക്ക് ഫെങ്ഷുയിലോട്ട് പോകുമ്പോൾ സൗത്ത് ഈസ്റ്റിൽ എന്താ പറയുന്നത്? വെൽത്ത് ഡയറക്ഷൻ, വെൽത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്ന ഫെങ്ഷുയിൽ സൗത്ത് ഈസ്റ്റ് ആണ്. അവിടെ നമുക്ക് എന്താ നിൽക്കുന്നത്? ടോയ്ലറ്റാണ് നിൽക്കുന്നത് ആ കോർണറിൽ. അതും വീട്ടിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും. അപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എത്ര കാരണങ്ങളുണ്ടെന്ന് നോക്ക്. ഇതിൽ ഏതെങ്കിലും ഒരു കാരണം വന്നാൽ പോലും നമുക്ക് സാമ്പത്തിക പ്രശ്നം അനുഭവപ്പെടാം. ഇതിൽ ഏതെങ്കിലും കാരണങ്ങൾ നിങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിനൊരു പരിഹാരം നിങ്ങൾ കണ്ടെത്തൂ, അല്ലെങ്കിൽ നല്ലൊരു ഫെങ്ഷു കൺസൾട്ടന്റിനെ വിളിച്ച് നിങ്ങളെ കാണിക്കൂ. അതിൻ്റെ പരിഹാരം ഉണ്ടാവും. ആ പരിഹാരം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് നമുക്ക് ചില പരിഹാരങ്ങളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരാൾ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, അതിൻ്റെ പരിഹാരം ഫോണിൽ കൂടെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ഫോണിൽ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നിരിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലൈയിങ് സ്റ്റാറും കൂടി നോക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് എവിടെയാണ് ആ ഒരു നെഗറ്റീവ് സ്റ്റാർ നിൽക്കുന്നത് അതിനെയും കൂടെ പരിഗണിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതും കൂടെ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ എന്നാൽ ചില ടൂളുകൾ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക്
പിന്നെ ചൈനയുടെ വിശ്വാസപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 അനിമൽസ് എന്ന് പറയുന്നത് ഒന്ന് ഡ്രാഗണും ഒന്ന് ഫീനിക്സുമാണ്. ഇതിൻ്റെ ഒരു സ്റ്റാച്ചു, ഇത്തരത്തിൽ ഉള്ള ഒരു ഡ്രാഗൻ്റെ സ്റ്റാച്ചു നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ട് ഈ ഡ്രാഗൻ്റെ സ്റ്റാച്ചു നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് ഡ്രാഗൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. അത് കഴിഞ്ഞിട്ട് ഫീനിക്സ് ബേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പേര്, പ്രശസ്തി, അംഗീകാരം, വിജയം ഒക്കെ ഉണ്ടാക്കി തരാനായിട്ട് ഫീനിക്സ് ബേർഡ് നമ്മളെ സഹായിക്കുന്നതാണ്. ഫീനിക്സ് എന്ന് പറയുമ്പോൾ അറിയാം, അഗ്നിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പക്ഷിയാണ്. അപ്പോൾ എത്രത്തോളം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ച് ഉയർന്നു വരാനായിട്ട് ഈ പക്ഷി നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള രൂപങ്ങൾ, ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ 2 ഡയറക്ഷൻസിൽ 2 അനിമൽസ് കൂടി പറയുന്നുണ്ട്. അത് വന്നിട്ട് ഒന്ന് ഈ പറയുന്ന വൈറ്റ് ടൈഗർ ആണ്, അത് പടിഞ്ഞാറിൻ്റെ ദിക്കിൻ്റെ സംരക്ഷണമാണ്. ഒന്ന് പറയുന്നത് ഈ നോർത്ത് ടോട്ടോയാണ്, ഇത് വടക്ക് ദിക്കിൻ്റെ സംരക്ഷണമാണ്. അപ്പോൾ ഇത്തരം ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ച് നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.